നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. കോടിയേരി ബാലകൃഷ്ണൻ CPIMന്റെ പുതിയ സംസ്ഥാന സെക്രട്ടറിയായി. VS അച്യുതാനന്ദനെ പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. പാലോളി മുഹമ്മദ് കുട്ടി, MM ലോറൻസ്, KN രവീന്ദ്രനാഥ് എന്നിവരെ സംസ്ഥാന സമിതിയിലെ പ്രത്യേക ക്ഷണിതാക്കളാക്കി. CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ ഉപനേതാവുമാണ് നിലവിൽ കോടിയേരി ബാലകൃഷ്ണൻ. സൗമ്യമായ സ്വഭാവവും കർക്കശമായ നിലപാടുമുള്ള കോടിയേരി ബാലകൃഷ്ണൻ മികച്ച സംഘാടകൻ കൂടിയാണ്. ആലപ്പുഴ സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്ത 87 അംഗ സംസ്ഥാന സമിതി ഏകകണ്ഠമായാണ് കോടിയേരി ബാലകൃഷ്ണനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സമിതിയിൽ VS അച്യുതാനന്ദനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ആലപ്പുഴ സംസ്ഥാന സമ്മേളന വേദിയിൽ എത്തണമെന്ന പ്രകാശ് കരാട്ടിന്റെ നിർദ്ദേശം അവഗണിച്ചതിനാലാണ് VSനെ ഉൾപ്പെടുത്താത്തത്. VSന് പുറമെ AK നാരായണൻ, T ശിവദാസ് മേനോൻ, VR ഭാസ്കരൻ, MK ഭാസ്കരൻ, MM ലോറൻസ്, പാലോളി മുഹമ്മദ് കുട്ടി, KN രവീന്ദ്രനാഥ്, CT കൃഷ്ണൻ എന്നിവരെയാണ് ഒഴിവാക്കിയത്. ഇതിൽ പാലോളി മുഹമ്മദ് കുട്ടി, MM ലോറൻസ്, KN രവീന്ദ്രനാഥ് എന്നിവരെ സംസ്ഥാന സമിതിയിലെ പ്രത്യേക ക്ഷണിതാക്കളാക്കി. 15 പേരെ പുതുതായി സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ, കോട്ടയം ജില്ലാ സെക്രട്ടറി BN വാസവൻ, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു എന്നിവർ സംസ്ഥാന സമിതിയിലെത്തി. ഇതിനു പുറമെ K സജീവൻ, പുത്തലത്ത് ദിനേശ്, MB രാജേഷ്, T നന്ദകുമാർ, ഡോക്ടർ ശിവദാസൻ, M സ്വരാജ്, NN കൃഷ്ണദാസ്, സൂസൻ കൊടി, MV ബാലകൃഷ്ണൻ മാസ്റ്റർ, V ശിവൻകുട്ടി, S സുദേവൻ എന്നിവരാണ് സംസ്ഥാന സമിതിയിലെത്തിയ പുതിയ അംഗങ്ങൾ. സംസ്ഥാന സമിതിയിലെ ഒരു സ്ഥാനം ഒഴിച്ചിട്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും V ബാലഗോപാൽ, റിപ്പോർട്ടർ. P കൃഷ്ണപിള്ള, AKG, EMS തുടങ്ങി മഹാനേതാക്കളുടെ സംഭാവനയിൽ വളർന്നതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് പ്രകാശ് കാരാട്ട്. ആ പ്രസ്ഥാനം ഏതെങ്കിലും വ്യക്തിയുടേതല്ലെന്നും കാരാട്ട് പറഞ്ഞു. പാർട്ടി കേരള ജനതയുടെ പൊതുസ്വത്താണ്. VS അച്യുതാനന്ദൻ സമ്മേളനത്തിനില്ലാത്തത് നിരാശാജനകമാണെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. VSനോട് തിരികെ വരാൻ അഭ്യർത്ഥിച്ചതാണ്. VS പാർട്ടിയുടെ അഭിവാജ്യ ഘടകമാണെന്നും പാർട്ടിയുടെ സമുന്നത നേതാവ് നിലയിൽ VSന്റെ സംഭാവനകൾ ആലപ്പുഴയിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ലെന്നും കാരാട്ട് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു. At the same time, while we were having this conference in Alapura, there was one small disappointment, which is that Comrade VS Achyutanandan, who should have been with us here in this rally and in this conference, is not present here with us. Comrade VS had left the conference on the second day, and I had yesterday requested him to come back and attend the conference, because as far as we are concerned, Comrade VS is an inherent part of our party and our movement here in Kerala. The Kerala Communist Movement is enriched by the glorious example of our many leaders, starting from P Krishnapillai, and later when the CPIM was formed, AK Gopalan, EMS Namboodiripad, and so many innumerable leaders. All of them have contributed to take this movement forward. All of us are collectively responsible to this party and the movement, which is not belonging to any individual leader or any individual or any community or group. This is the common property of the people of Kerala. ഈ വിഷയത്തിൽ KM ഷാജഹാൻ, NM പിയേഴ്സൺ, ഫക്രുദ്ദീൻ അലി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ NM പിയേഴ്സൺ, വലിയ നാടകീയ രംഗങ്ങൾക്കൊക്കെ സാക്ഷിയായെങ്കിലും CPIMന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ എന്ന പുതിയ സെക്രട്ടറിയെ അതിന് ലഭിച്ചിരിക്കുന്നു. ഇനി CPIMന്റെ തുടർ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? അത് കഴിഞ്ഞ 16 വർഷത്തിൻ്റെ തുടർച്ചയെന്ന നിലയ്ക്കോ അതോ പുതിയ തുടക്കമെന്ന നിലയ്ക്കോ? തീർച്ചയായിട്ടും അത് കഴിഞ്ഞ 14 വർഷത്തിൻ്റെ തുടർച്ചയും അതോടൊപ്പം തന്നെ പുതിയ ഒരു തുടക്കവുമായിട്ടാണ് നമുക്കത് കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 16 വർഷക്കാലത്തെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരവും അതേപോലെ തന്നെ സാംസ്കാരികവുമായിട്ടുള്ള അതിൻ്റെ മേൽക്കോയ്മ നഷ്ടപ്പെട്ടതായിരുന്നു. എങ്കിൽ അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഊന്നിയ ഒന്നായിരുന്നു എന്നതാണ്. ഇത് സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിൽ വലിയ തരത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 16 വർഷക്കാലമായിട്ട് സംഘടനകത്ത് നീറി നിന്നിരുന്നതായിട്ടുള്ള വിഭാഗീയത വലിയ തോതിൽ
പാർട്ടിയുടെ സഖാക്കളുടെ പ്രവർത്തനത്തെയും സംഘടനയുടെ പ്രവർത്തനത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്ക് എങ്ങനെ ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ കഴിയും എന്ന് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ 16 വർഷത്തെ പാരമ്പര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമാണ്. അതിനെ എങ്ങനെ മറികടന്നുകൊണ്ട് എങ്ങനെ പുതിയതായിട്ട് നിർമ്മിച്ചുകൊണ്ട് പുതിയ തരത്തിലേക്ക് പുതിയ കാലത്ത് അഭിസംബോധന കഴിയും എന്ന അന്വേഷണം തീർച്ചയായിട്ടും ഈ പാർട്ടിക്ക് വേണ്ടതുണ്ട്. കെ എം ഷാജഹാൻ, കഴിഞ്ഞ 16 വർഷം സംഘടന നേരിട്ട വെല്ലുവിളികളെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ഇരുമ്പ് മറയ്ക്ക് പിന്നിൽ അതിനെ നിർത്താൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ട്. അത്തരം കാർക്കശ്യ നിലപാട് സ്വീകരിക്കുമ്പോഴും മുന്നണിക്കകത്തെ ബന്ധങ്ങൾ ശിഥിലമായി പോയി. പൊതുവിഷയങ്ങൾ ഇടപെടുന്നതിൽ പാർട്ടിക്കുണ്ടായ കാഴ്ചപ്പാടിലെ തെറ്റുകൾ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതിനൊക്കെ അപ്പുറത്തേക്ക് പുതുകാലത്തെ രാഷ്ട്രീയത്തെ നേരായി ബോധ്യപ്പെടുകയും അതിനെ ആ നിലയിൽ സമീപിക്കുകയും മുന്നണി ബന്ധത്തിലടക്കം ഊഷ്മളത കൊണ്ടുവരികയും ചെയ്യുന്നതിൽ വിജയിക്കുകയും അതുവഴി CPIM നേതൃത്വത്തിലുള്ള മുന്നണിയെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന നേതൃത്വം അതിനിപ്പോൾ കോടിയേരി ബാലകൃഷ്ണനിലൂടെ കൈവന്നിരിക്കുന്നു എന്ന് കാണാമോ? അതിനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഈ നേതൃത്വം നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയമായും ഒക്കെ നിരന്തരമായി ദുർബലപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പിന്നെ പാർട്ടി നേതൃത്വമായിരുന്നു ഇത് എന്നുള്ളത് സംബന്ധിച്ച് ഇനി നമ്മൾ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പൊതുമണ്ഡലത്തിൽ തന്നെ അങ്ങനെ അത് സമവായമുള്ളതാണ്. ആ നേതൃത്വത്തിൻ്റെ അഭിവാജ്യ ഘടകമായിരുന്നു സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. എന്ന് മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണൻ പിന്നെ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴൊക്കെ വലിയ രൂക്ഷമായ വിമർശന ശരങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു നേതാവാണ്. അതിൽ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞാൽ, പിന്നെ ISRO ഭൂമി ഇടപാടിൽ പ്രതിയായിരുന്ന ഒരാളുടെ വീട്ടിലാണ് അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴത്തേക്കും പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ വർഷങ്ങളോളം താമസിച്ചിരുന്നത്. ഒരുപാട് ആരോപണ ശരങ്ങൾ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പാർട്ടി കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലമായി പിന്നെ പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും ദുർബലപ്പെട്ടപ്പോൾ അതിനെ നേരായ വഴിക്ക് തിരിച്ചു കൊണ്ടുവരാനോ അതിനെ തിരുത്താനോ അല്ലെങ്കിൽ സ്വയം വിമർശനം നടത്താനോ ഒന്നും ഒരു ശ്രമവും നടത്താതെ ആ നേതൃത്വത്തിനൊപ്പം പിണറായി വിജയനൊപ്പം നിഴൽ പോലെ നിന്നിരുന്ന ഒരാളാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ആകെയുള്ള ഒരു വ്യത്യാസം കോടിയേരി ബാലകൃഷ്ണൻ ഉള്ളത്, പിണറായി വിജയനെ പോലെ കാർക്കശമായിട്ടുള്ള ഒരു മുഖഭാവം, ഒരു സ്റ്റാലിനിസ്റ്റിക് മുഖഭാവം അതില്ല. ചിരിക്കുന്ന ഒരു മുഖഭാവം കോടിയേരിക്കുണ്ട് എന്നുള്ളൊരു വ്യത്യാസം ഉള്ളതൊഴിച്ചാൽ ഈ പാർട്ടി ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നേതൃപാഠവും കോടിയേരിക്കുണ്ടോ എന്നുള്ള കാര്യം പിണറായി വിജയനിൽ നിന്ന് വിഭിന്നനായി അദ്ദേഹം തീർച്ചയായും സൗമനസ്യ മനോഭാവമുള്ള ആളാണ്. ആളുകളെ കണ്ടാൽ വേഗത്തിൽ ചിരിക്കുന്ന ആളാണ്. മുന്നണിക്കകത്തും സമവായങ്ങൾ ഉണ്ടാക്കാനുള്ള ചർച്ചകൾക്ക് എപ്പോഴും മുന്നിൽ നിന്നിട്ടുള്ള നയതന്ത്രജ്ഞൻ കൂടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലാ വിഷയങ്ങളിലും ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തവേ പറഞ്ഞത്, എന്നെ നിങ്ങൾ വിമർശിക്കണം, നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് നന്ദിയുണ്ട്. പിണറായി വിജയൻ ഒരിക്കലും പറയാത്ത വാക്കുകളാണ്. ഈ വിമർശനങ്ങളെ അദ്ദേഹം ഒരു നിലയ്ക്കും സഹിഷ്ണുതയോടെ സമീപിച്ചിട്ട് കൂടിയില്ല. ആ നിലയ്ക്ക് പുതിയ കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും പൊതു മനസ്സിനെയും ഒക്കെ കുറച്ചുകൂടി ഊഷ്മളമായ നിലയിൽ, മനോനിലയിൽ സമീപിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അതൊരു പക്ഷേ CPIM കുറച്ചുകൂടി ജനസമ്മതി ഉണ്ടാക്കുമെന്ന് വേണമെങ്കിൽ നിരീക്ഷിക്കാം. അല്ല നിഷാദ്, ഞാൻ അതിനെ തള്ളിക്കളയുന്നില്ല. അത് നിഷാദ് പറഞ്ഞത് വളരെ കൃത്യമായൊരു നിഗമനമാണ്. കാരണം ഏറ്റവും ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാലിനിസ്റ്റിക് ആയിട്ടുള്ള മുഖഭാവവുമായി പിന്നെ പിണറായി വിജയൻ 10-16 വർഷക്കാലം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ എനിക്ക് തോന്നുന്നു പിണറായി വിജയനെ ചിരിച്ച് കേരളത്തിലെ ജനങ്ങൾ ഒരു അരഡസൻ തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവുമെന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. അപ്പോൾ അത് നിഷാദ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. സൗമനസ്യമുള്ളൊരു മുഖം അദ്ദേഹത്തിനുണ്ട്, ചിരിക്കുന്ന ഒരു മുഖമുണ്ട്. ഒരുപക്ഷെ ഞാൻ നേരത്തെ ഒരു ചർച്ച പറയായിരുന്നു, ഒരുപക്ഷെ എന്നെ കണ്ടാൽ പോലും പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ ചിരിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷേ പിണറായി വിജയൻ പല അവസരങ്ങളിൽ എന്നെ കണ്ടപ്പോൾ എന്തായിരുന്നു മുഖഭാവം എന്നുള്ളത് സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ച് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു കടുപ്പമുള്ള, ആരെ കണ്ടാലും പിന്നെ കൂസാത്ത, പിന്നെ ആരോടും ചിരിക്കാത്തൊരു മുഖഭാവത്തിൽ നിന്ന് ചിരിക്കുന്നൊരു മുഖഭാവമുള്ള ഒരു നേതാവ് CPM വരുന്നു എന്ന് പറയുന്നത് അതൊരു വലിയ മാറ്റം തന്നെയാണ് എന്ന് നമുക്ക് അനുമാനിക്കുന്നതിൽ സമ്മതിച്ചു തരും. ഫക്രുദ്ദീൻ അലി, തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. ഫക്രുദ്ദീൻ, ഈ സമ്മേളനം അവസാനിക്കുമ്പോൾ VS അച്യുതാനന്ദന് വലിയ തോതിൽ മുറിവേറ്റിട്ടുണ്ട് എന്നുകൂടി നമ്മൾ സവിശേഷമായി ഓർക്കേണ്ടുന്ന കാര്യമാണ്. VS അച്യുതാനന്ദൻ ഉന്നയിച്ച വളരെ സുപ്രധാനമായ വിഷയങ്ങൾ ആ നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന അദ്ദേഹത്തിൻ്റെ മനോവേദന. അതുകൊണ്ട് അദ്ദേഹത്തിന് സമ്മേളനത്തിൽ കൂടി പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ VSനെതിരെ കടുത്ത നിലപാട് ജനറൽ സെക്രട്ടറി മുതൽ താഴേക്കുള്ളവർ എടുത്തിട്ടുണ്ട്. ഐക്യത്തിൻ്റെ സന്ദേശം വിളംബരം ചെയ്തുവെന്ന് പറയുമ്പോഴും സൗമനസ്യഭാവമുള്ള കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയെന്ന് പറയുമ്പോഴുമൊക്കെ
വി എസ് അച്യുതാനന്ദൻ്റെ വേദന തുടർ ദിനങ്ങളിലും ഈ പാർട്ടിയെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നുണ്ട്. വി എസിൻ്റെ സന്തോഷത്തിലല്ലാതെ അവസാനിച്ചു എന്നതുകൊണ്ട് ഈ പാർട്ടി തുടർ ദിനങ്ങളിലും സന്തോഷത്തോടെ പോകാൻ കഴിയുന്ന നിലയിലല്ല എന്നാണോ താങ്കൾ പറയുക? വി എസിന്റെ വേദന ഒരു ഫാക്ടറാണ്. പക്ഷെ വി എസിന്റെ വേദന എന്താണെന്ന് എന്നുകൂടി അറിയണം. വി എസിന്റെ വേദന, വി എസിന് എപ്പോഴും വ്യക്തിപരമായ വേദന ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടിയിൽ മുമ്പ് ഉണ്ടായിരുന്ന സമയത്തും ഇന്നത്തെ ഈ ഒരു ഇമേജ് വി എസിന് വരുന്നതിന് മുമ്പും. പക്ഷേ 90s ശേഷം വി എസിന് ഉണ്ടായ ഇമേജ്, ഒരു വി എസിന് വന്ന സ്റ്റാർഡത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റാറിന്റെ വേദന. അപ്പൊ സൽമാൻ ഖാന്റെ കേസ് കുടുങ്ങിയാൽ സൽമാൻ ഖാന്റെ ആരാധകർക്ക് അതൊരു വേദനയായി മാറുന്ന പോലെയാണ്. ആ രീതിയിൽ ഇടത് മെന്റാലിറ്റി ഉള്ള ആളുകളിലും പൊതുസമൂഹത്തിനും വി എസ് അച്യുതാനന്ദന് 96 കാലഘട്ടത്തിൽ ശക്തമായ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ സ്വാധീനം, അദ്ദേഹത്തിന്റെ നിലപാടുകളിലുള്ള ഒരു തരം അവ്യക്തത ഉണ്ടാകാം. അദ്ദേഹത്തിന് കൃത്യമായിട്ട് തന്റെ നിലപാടുകൾ പൊതുസമൂഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് പറ്റിയ വീഴ്ച കൊണ്ടാകാം. ആ ഒരു ഇമ്പാക്ട് കുറഞ്ഞു വരുന്നുണ്ട് എന്നാണ് ഒന്നാമത്തെ അവസ്ഥ. ഇവിടെ തന്നെ നമുക്ക് എടുക്കാം. എല്ലാ കാലഘട്ടത്തിലും വി എസ് എടുത്തിട്ടുള്ള ഒരു നിലപാട്, വി എസ് അറിയാതെ ഗ്രാംഷിയൻ നിലപാടായിരുന്നു. എന്ന് വെച്ചാൽ വാർ അറ്റ് പൊസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു സവിശേഷമായ സാഹചര്യം, അനുകൂലമായ സാഹചര്യം വരുമ്പം എതിരാളികളെ ആക്രമിക്കുക, അതിനുശേഷം നമ്മൾ കുറച്ചു കാലം മിണ്ടാതിരിക്കുക, അതിനുശേഷം പിന്നെ അനുകൂലമായ സാഹചര്യം വരുമ്പോൾ ആക്രമിക്കുക. ഇതായിരുന്നു വി എസിന്റെ സത്യത്തിൽ ഒരു നിലപാട്. അതിലെപ്പോഴും വി എസ് അനുരഞ്ജനത്തിന് തയ്യാറായത് കേന്ദ്ര കമ്മിറ്റി കൂടി അനുരഞ്ജനത്തിന് തയ്യാറാവുന്നു. അപ്പം വി എസ് അനുരഞ്ജനത്തിന് തയ്യാറാവുന്നു. അങ്ങനെ പൊതുസമൂഹത്തിന് വി എസ് കൊടുത്ത ചിത്രം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അടമന്നൊന്നല്ല, ഞാൻ പാർട്ടിയുടെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ സഖാവ് പിണറായിയുടെ ഭാഗത്ത് നിന്ന് വലിയ ഒരു തരത്തിലുള്ള പിന്നെ അച്ചടക്ക ലംഘനം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പത്രസമ്മേളനം നടത്തിയതായിട്ട് ബന്ധപ്പെട്ട്, ഈ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്. പക്ഷേ ആ ഒരു വികാരം വി എസ് മുതലെടുക്കാമായിരുന്നു. പക്ഷെ എന്താണ് നമ്മൾ കാണുന്നത്? വി എസ് സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയ സമയത്ത് വി എസ് ചില കാര്യങ്ങൾ ഉന്നയിച്ചു. അതിൽ ചിലതൊക്കെ, അതായത് പ്രമേയത്തിൽ ചില ഭാഗങ്ങളൊക്കെ മരവിപ്പിക്കാം, ബാക്കി കാര്യങ്ങൾ ഫുൾ പോളിറ്റ് ബ്യൂറോ കൂടി തീരുമാനിക്കാം എന്നൊക്കെ പാർട്ടി പറഞ്ഞ സമയത്ത് വി എസ് തിരിച്ചു പോകേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ പാർട്ടി കേഡർമാർ തന്നെ വി എസിനോട് അനുഭാവം പുലർത്തുന്ന ഒരു 25-30 അല്ല അതിൽ കൂടുതൽ ശതമാനം ആളുകൾക്ക് ആ വി എസ് പാർട്ടിയുടെ കൂടെയാണ്, വി എസ് പാർട്ടിയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് കൊടുക്കാൻ വി എസിന് മുമ്പത്തെ പോലെ പറ്റിയായിരുന്നു. അങ്ങനെ ഒരു വീഴ്ച വി എസ് അച്യുതാനന്ദന് പറ്റിയിട്ടുണ്ടോ? ഇന്നിപ്പോ എല്ലാ നേതാക്കളും വി എസ് അച്യുതാനന്ദനോട് മുന്നെ വെച്ച് പറയുന്നു, ഇത് ഒരു വ്യക്തിയുടെ പാർട്ടിയല്ല, ഇത് കേരളത്തിലെ ജനങ്ങളുടെ പാർട്ടിയാണ്. CPIM ജനറൽ സെക്രട്ടറി സംസാരിക്കുമ്പോൾ പി കൃഷ്ണപിള്ള മുതൽ ഇങ്ങോട്ടുള്ള സമാരാധ്യരായ നേതാക്കളുടെ മുഴുവൻ പേര് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അതൊരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കേണ്ടതില്ല എന്ന കൃത്യമായ സന്ദേശം നൽകുന്നു. അപ്പോൾ ആലപ്പുഴയിലെ സമ്മേളന നഗരിയിൽ പോയാലും മാധ്യമപ്രവർത്തകർക്കടക്കം നേരിടുന്നത് ഈ സമാനമായ വികാരമാണ്. വി എസ് അച്യുതാനന്ദൻ പാർട്ടിയോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച് ഈ സമ്മേളനത്തിൽ കാട്ടിക്കൂട്ടിയതൊക്കെ അദ്ദേഹത്തിന് ഗുണകരമായി ഭവിച്ചുവെന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? നമ്മൾ യുദ്ധങ്ങളുടെ ഒരു പ്രത്യേകത അതിൽ വിജയിക്കുന്നവരുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ്. പരാജയപ്പെടുന്ന സമയത്ത് അതിൻ്റെ കൂടെ നിൽക്കാൻ ആളുകളുണ്ടാവില്ല. എന്തെല്ലാം തരത്തിലുള്ള സ്ട്രാറ്റജികൾ, തന്ത്രങ്ങൾ ഉപയോഗിച്ചാലും ആ തന്ത്രങ്ങൾ ഫലപ്രദമായി തരികയും അത് വിജയം വരിക്കുകയും ചെയ്താൽ നമുക്ക് സ്വാഭാവികമായിട്ടും വലിയ തരത്തിൽ ആളുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നുള്ളതാണ്. വി എസ് നേരത്തെ നടത്തിയിട്ടുള്ള സമരങ്ങളെല്ലാം ശ്രീ ഫക്രുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഗറില്ല പോരാളിയുടേത് പോലെയുള്ള പോരാട്ടം, അല്ലെങ്കിൽ എല്ലാ യുദ്ധത്തിലും നടത്തുന്നത് പോലെ ശത്രു ശക്തനായിരിക്കുന്ന സമയത്ത് പിൻവാങ്ങുകയും ശത്രു ദുർബലനായിരിക്കുന്ന സമയത്ത് കയറിയടിക്കുകയും ചെയ്യാനാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രു അദ്ദേഹത്തിന്റെ കണക്കൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അതിനെ എങ്ങനെ നേരിടണം എന്നത് ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രത്തിൽ ഉണ്ടായിരുന്ന പാഠങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് അദ്ദേഹം യഥാർത്ഥത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് യുദ്ധമായിട്ടും പോരാട്ടമായിട്ടും കണക്കാക്കുകയാണെങ്കിൽ. പക്ഷെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള യുദ്ധങ്ങൾ, അതേപോലെ തന്നെ ഫക്രുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ 90കൾക്ക് ശേഷമുള്ളതായിട്ടുള്ള വി എസ് ഏറ്റെടുത്ത ജനകീയ പ്രശ്നങ്ങളിലൂടെയുള്ള വലിയ തരത്തിലുള്ളതായിട്ടുള്ള മുന്നേറ്റങ്ങളുടെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഒരു കാലത്തും പരാജയപ്പെടുന്ന രാഷ്ട്രീയമല്ല. പക്ഷേ ആ രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ് ആത്മാർത്ഥമായിട്ട് നേതാവ് നിലനിൽക്കേണ്ടത്. അതിന് പകരമായിട്ട് ആ രാഷ്ട്രീയത്തെ തന്റെ തന്നെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഘട്ടത്തിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ അത് പരാജയത്തിലേക്ക് പോകും. കാരണം അത്തരം രാഷ്ട്രീയത്തെ തന്നെ റദ്ദ് ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് അത് മാറിത്തീരും. സത്യത്തിൽ വി എസ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഇതാണ്. അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയത്തെ മുഴുവനായിട്ട് അദ്ദേഹം റദ്ദ് ചെയ്യുന്ന സാഹചര്യത്തിൽ എത്തിച്ചേരുകയും അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളെല്ലാം തന്നെ വ്യക്തി കേന്ദ്രീകൃത മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മുഹൂർത്തത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഫക്രുദ്ദീൻ, ഇക്കാര്യത്തിൽ വി എസ് അച്യുതാനന്ദൻ എല്ലാ കാലവും ഇത്തരം പാർട്ടി നിലപാടിന് വിഭിന്നമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അപ്പുറത്ത് ഈ
പിണറായി വിജയൻ എന്ന കാർക്കശ്യക്കാരനായ നേതാവുണ്ടായിരുന്നു. കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ മാധ്യമ പ്രചാര വേലകൾ കൊണ്ടൊക്കെ ഒരു ഗൂണ്ട ഇമേജിലുള്ള പിണറായി വിജയൻ എന്ന നേതാവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. പിണറായി വിജയൻ എന്ന നേതാവ് കളമൊഴിഞ്ഞിരിക്കുകയാണ്. കുറച്ചുകൂടി സൗമനസ്യനായ, എപ്പോഴും ചിരിക്കുന്ന നേതാവായ കോടിയേരി ബാലകൃഷ്ണൻ നേതൃത്വത്തിലേക്ക് വന്നിരിക്കുന്നു. വി.എസ്. അച്യുതാനന്ദൻ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഈ നാടകങ്ങൾ, അത് വി.എസ്. അച്യുതാനന്ദൻ ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുന്നു എന്ന് കരുതാമോ? അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ തക്ക കരുത്ത്, ആർജവം അതുണ്ടാക്കിയതിന് ശേഷമാണോ പാർട്ടി ഈ കടുത്ത നിലപാട് സ്വീകരിച്ചത് എന്ന് കാണാമോ? എനിക്ക് തോന്നുന്നു പ്രധാനമായും പാർട്ടി ചിന്തിച്ചൊരു കാര്യം, വി.എസിന്റെ പ്രായം ഒരു ഫാക്ടറാണ്. അദ്ദേഹം 90+, എനിക്ക് തോന്നുന്നു 93 വയസ്സായ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് 10 വർഷം മുമ്പ് ചെയ്ത പോലെ അത്ര ഉഷിരമായിട്ടുള്ള ഏത് രീതിയിൽ രാഷ്ട്രീയപരമായിട്ടോ സാമൂഹികമായിട്ടോ അല്ലെങ്കിൽ സൈദ്ധാന്തികമായിട്ടോ അങ്ങനെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരു ഇടപെടൽ അദ്ദേഹം നടത്താൻ പറ്റുമെന്ന് പാർട്ടി കരുതുന്നില്ല. അത് ഒരു സന്ദർഭമാണ്. രണ്ട്, വി.എസ്. പാർട്ടി തന്നെ നിന്നിരുന്നെങ്കിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് വെച്ചാൽ, അടുത്ത നിയമസഭാ ഇലക്ഷന് മിക്കവാറും കഴിഞ്ഞ ഒരു ഏഷ്യാനെറ്റ് ഇന്റർവ്യൂവിന് വി.എസ്. പറയണ്ടേ, എനിക്ക് ഇനിയും പാർലമെന്റ് മത്സരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, പാർലമെന്റ് രാഷ്ട്രീയ താല്പര്യം നഷ്ടപ്പെട്ടില്ല. അദ്ദേഹം രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അദ്ദേഹം രംഗത്ത് വന്ന് സ്വാഭാവികമായിട്ട് അത് പാർട്ടിക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യതയെ വല്ലാതെ ഹനിക്കുകയും ചെയ്യും. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് വി.എസിനെ ഒന്ന് ഒതുക്കാം എന്നുള്ള തീരുമാനമായി, അല്ലെങ്കിൽ വി.എസിനെ പാർട്ടി സംഘടനാ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിലനിർത്തുക, അതല്ലെങ്കിൽ വി.എസ്. പുറത്തു പോട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് സംസ്ഥാന കമ്മിറ്റി എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പം പിണറായി ആണോ അതോ പിന്നെ കോടിയേരി ആണോ എന്നുള്ളതല്ല പ്രശ്നം. ഇപ്പൊ പിണറായിയുടെ കാലഘട്ടത്തിൽ വലിയൊരു പ്രത്യേകത, ഷാജഹാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യ കാലഘട്ടത്തിൽ വി.എസിന്റെ കൂടെ ഉണ്ടായിരുന്നു. വി.എസിന് പാർട്ടി തന്നെ ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷേ കോടിയേരിയുടെ ഭാഗത്തെത്തുമ്പോൾ, ചിരിക്കുന്ന കോടിയേരിയുടെ കാലത്തെത്തുമ്പോൾ പാർട്ടിയിൽ വൻതോതിൽ അദ്ദേഹത്തെ ആരും ഇല്ലാന്ന് തന്നെ പറയാം, അദ്ദേഹത്തെ സപ്പോർട്ടേഴ്സ് ആയിട്ട്, എന്ന് വെച്ചാൽ ലീഡർഷിപ്പിൽ. പിന്നെ അനുഭാവികളുടെ ഇടയിൽ അനുഭാവം ഉണ്ടാവും, പക്ഷേ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീന ശക്തി കുറയുന്നുണ്ട്. അത് എത്രത്തോളം എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പം അദ്ദേഹത്തിന് കോടിയേരിക്ക് കൊടുത്തിരിക്കുന്ന മിഷൻ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. അതിൽ വി.എസ്. ആവശ്യമാണെങ്കിൽ കോടിയേരി നിലനിർത്തും, അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ നിലനിർത്തില്ല. അദ്ദേഹത്തെ അർഹിക്കുന്ന പ്രാധാന്യം മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇന്നത്തെ സംഭവങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ വി.എസ്. പാർട്ടി പ്രവർത്തകർക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി തിരിച്ചു പോകുന്ന വി.എസ്. ഒരു പക്ഷേ മുൻപത്തെ രീതി അത്ര പ്രോമിനന്റ് ആയിട്ടുള്ള നേതാവായിട്ടായിരിക്കില്ല. ഈ ചിരിക്കുന്ന നേതാവാണെങ്കിൽ ചിരിക്കാത്ത നേതാവാണെങ്കിലും പാർട്ടി സ്വീകരിക്കപ്പെടാമെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ വേറൊരു കാര്യം, ഈ സത്യത്തിൽ ഈ പിണറായി വിജയൻ അദ്ദേഹം സെക്രട്ടറി ആയി വന്ന ആദ്യ സമയത്തൊക്കെ കുറച്ചൊക്കെ മീഡിയ ഫ്രണ്ട്ലി ആയിരുന്നു. കാരണം മുമ്പൊക്കെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടി കഴിഞ്ഞാൽ ഒരു കുറിപ്പ് കൊടുത്തയക്കുന്ന പരിപാടി നിർത്തി പത്രസമ്മേളനം വിളിക്കുകയും മീഡിയ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങിയ അദ്ദേഹമാണ്. പിന്നീടാണ് പല വി.എസ്. ആയിട്ടുള്ള ഈ ഒരു വിഭാഗീയമായ പ്രശ്നങ്ങൾ തുടങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം മീഡിയക്കെതിരായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ കെ.എം. ഷാജഹാൻ, നേരത്തെയൊക്കെ താങ്കൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ വി.എസ്. അച്യുതാനന്ദന്റെ ആശീർവാദത്തോടുകൂടി അദ്ദേഹം കൈപിടിച്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നയാളെന്ന് വിശേഷിപ്പിക്കാം പിണറായി വിജയനെ. പിന്നീട് പക്ഷേ അവർ വലിയ ശത്രുക്കളായി. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയായി അവരോധിതനാവുകയാണ്. ഇനിയുള്ള കാലം പിണറായി വിജയൻ എന്തു ചെയ്യും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എന്നതും വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇക്കാലം അത്രയും പിണറായി വിജയൻ തുടർന്നു പോകുന്ന പ്രവർത്തന ശൈലിയും രാഷ്ട്രീയ നിലപാടുകളും അങ്ങനെ തന്നെ തുടർന്നു പോകുന്ന പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഡിസൈപ്പിൾ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ വിശ്വസ്തൻ എന്ന നിലയ്ക്കായിരിക്കുമോ തുടർന്നു പോവുക? അതോ CPIM രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വീണ്ടും ഒരു പുതിയ സമവാക്യത്തിൻ്റെ സാധ്യത കൂടി ഇത് തുറന്നിടുന്നുണ്ട് എന്ന് വിദൂരഭാവിയിൽ കാണാമോ? അല്ല, അതിന്റെ സാധ്യത നിഷാദ് ഞാൻ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയനും അച്യുതാനന്ദനും തമ്മിൽ പിന്നീടുണ്ടായ വൈരുദ്ധ്യം പോലെ ഒരു വൈരുദ്ധ്യത്തിലേക്ക് ഇത് വരണം എന്നെനിക്ക് തോന്നുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ സംഘടനാപരമായ ഒരു സ്ഥാനത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. പിണറായി വിജയൻ നമ്മൾ ഈ പറഞ്ഞ പോലെ പടിയിറങ്ങുന്നത് പിന്നെ പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ പടി കയറി പോകാനാണ്. അപ്പോൾ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും തമ്മിൽ ഒരേ സ്ഥാനത്തിന് വേണ്ടിയുള്ളൊരു മത്സരം ഉണ്ടാവാൻ ഇടയില്ലാത്തത് കൊണ്ട് അവർ തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം പിന്നെ കണ്ണൂർ ജില്ലയിൽ നിന്നും പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിണറായി വിജയൻ 16.5 വർഷം പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നു. ആ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരുന്നു കൊണ്ട് പാർട്ടിയെ നയിക്കുന്ന നേതാക്കന്മാരുടെ ഇടയിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം വളരെ വളരെ കനത്തതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ ഇപ്പോൾ പടിയിറങ്ങുമ്പോൾ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് പടിയിറങ്ങുമ്പോൾ പാർട്ടി സംഘടനയെ പൂർണ്ണമായും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയതിനു ശേഷമാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. എല്ലാ ജില്ലയിലെയും ജില്ലാ സെക്രട്ടറിമാരെ നിയമിക്കുന്നതിൽ പിണറായി വിജയന്റെ സ്വാധീനമാണ് ഏറ്റവും ഉയർന്നു നിന്നിട്ടുള്ളത്.
ഒരു ജില്ലയിലെ ജില്ലാ സെക്രട്ടറിയെ തീരുമാനിക്കുന്നതിലും പിണറായി വിജയന്റെ അല്ലാത്ത വേറൊരു നേതാവിന്റെ ഒരു സ്വാധീനം ഒരിടത്തും നമ്മൾ കണ്ടിട്ടില്ല. സ്വാഭാവികമായും പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് എല്ലാ ജില്ലാ സെക്രട്ടറിമാരും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പാർട്ടി ഒരു കച്ചവട സ്ഥാപനമായി മാറുന്നതിന്റെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുള്ള കൈരളി പോലുള്ള സ്ഥാപനങ്ങളുടെ ചുക്കാനും പിണറായി വിജയന്റെ കയ്യിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടും കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായ പല ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും വിധേയനായ ഒരു നേതാവാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ടും പിണറായി വിജയന്റെ ഒരു നിഴലായി ഒരു അഞ്ചാറ് വർഷക്കാലത്തേക്കെങ്കിലും പിണറായി വിജയന്റെ ഒരു നിഴലായി മാത്രമേ കോടിയേരി ബാലകൃഷ്ണൻ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നും പിണറായി വിജയൻ പറയുന്നതിന് അപ്പുറത്തേക്ക് വരയ്ക്കുന്ന വരയ്ക്കപ്പുറത്തേക്ക് ആ ലക്ഷ്മണ രേഖയ്ക്കപ്പുറത്തേക്ക് കോടിയേരി ബാലകൃഷ്ണന് കടക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസവും എന്നെ സംബന്ധിച്ചില്ല നിഷാദ്. ഫക്രുദ്ദീൻ, ഇന്ത്യൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനം ചേർന്നുള്ളത്. അത് എത്രത്തോളം പ്രതീക്ഷാ നിർഭരമാണെന്ന് വിലയിരുത്താൻ കഴിയും? ഇപ്പോൾ തെരുവുകളിൽ ഉയർന്നു വരുന്ന ഈ നവസമര രീതികളെയും സമരങ്ങളെയും കുറിച്ച് ഒരു ചർച്ചയും ആ പാർട്ടി നടത്തിയിട്ടില്ല. ഇന്ത്യയിൽ ഇടതുപക്ഷം നേരിടുന്ന വലിയ പ്രതിസന്ധികളെയും നേതൃത്വത്തിന് പറ്റിയ വീഴ്ചകളെയും കുറിച്ച് സ്വയം വിമർശനാത്മകമായി ഒരു തരത്തിലുള്ള ചർച്ചയും വിമർശനവും അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ ആകെ ഉയർന്നു വന്നത് ഉമ്മൻചാണ്ടി സർക്കാരിനും മോദിക്കുമെതിരായിട്ടുള്ള വിഷയങ്ങളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യലിസം വെടിയുന്നതുമൊക്കെയാണ്. അപ്പം ഇത്തരം ഒരു ഗൗരവതരമായ കാലഘട്ടത്തിൽ സ്വയം വിമർശനാത്മകമായി പഠിക്കുകയും പരിശോധിക്കുകയും തിരുത്തുകയും ചെയ്യാൻ ഇടപെടാത്ത ഒരു സംസ്ഥാന സമ്മേളനം കൊടിയിറങ്ങുമ്പോൾ പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും വക നൽകുന്നുണ്ടോ CPIM? രണ്ട് കാര്യമാണ്. ഒന്നാമത് അവിടെ ആം ആദ്മി പാർട്ടിയെ പറ്റിയോ അല്ലെങ്കിൽ ഈ പുതിയ പ്രവണതകളെ പറ്റിയും ചർച്ച നടന്നെന്ന് എനിക്കറിയാം. ഏതായാലും പരാമർശങ്ങൾ ഉണ്ടായി എന്നൊക്കെയാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ നടത്തിയ പ്രസ്താവനയോട് അദ്ദേഹം പറഞ്ഞത്. അത് മുഖവിലക്കെടുക്കുകയാണെങ്കിൽ ചർച്ച നടന്നിട്ടുണ്ട്. പക്ഷേ ഈ VS-ഉമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ട് VS-ഉം പിണറായി തമ്മിലുണ്ടായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൽ, ഈ വിവാദത്തിൽ ഇതെല്ലാം മുങ്ങിപ്പോയി VS-നെ വിമർശിക്കുക അല്ലെങ്കിൽ പിണറായിയെ ന്യായീകരിക്കുക, ആ രീതിയിലേക്കാണ് ചർച്ചകൾ അധികം പോയതെന്നാണ് മീഡിയ റിപ്പോർട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും മറ്റു രീതിയിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്, നല്ല കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ഇടതുപക്ഷത്തിന് വളരെ നല്ല സാധ്യതകളുള്ള ഒരു കാലഘട്ടമാണ്. കാരണം മോഡി എന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു മിഷിഹ, ഹിന്ദുത്വവാദികളെല്ലാം സോഫ്റ്റ് ഹിന്ദുത്വവാദികളെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു മിഷിഹ വെറും ഒരു ഫേക്കാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ അണ്ണാ ഹസാരെ ഈ ലാൻഡ് അക്വിസിഷൻ ഓർഡിനൻസിനെതിരെ അദ്ദേഹം രംഗത്ത് വരികയും സമരം നയിക്കാൻ പോവുകയാണ്. അപ്പോൾ വിവിധ മേഖലകളിൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് ആദ്യമായിട്ട് കൃത്യമായിട്ട് അസേർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത 1947 ശേഷം തുറന്നു വരികയാണ്. പക്ഷേ ആ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തുന്ന നിലവിലുള്ള പാർട്ടി സംഘടനാ ചട്ടക്കൂട് വെച്ചിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആം ആദ്മി പാർട്ടി പോലെയുള്ള സംഘം, അതിന് കൃത്യമായിട്ട് രാഷ്ട്രീയമൊന്നുമില്ല എങ്കിൽ പോലും പൊതുവേ നമുക്ക് സെൻട്രൽ ലെഫ്റ്റ് എന്നൊക്കെ പറയാൻ തോന്നുന്നു. അത്തരം രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ വികേന്ദ്രീകൃതമായ ഒരു ജനാധിപത്യ സംവിധാനവുമായിട്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത്. അത്തരം ഒരു വികേന്ദ്രീകൃത ജനാധിപത്യ സംവിധാനം ഗ്രാമസഭകളിലൂടെയും ജനകീയ ആസൂത്രണത്തിലൂടെയെല്ലാം കേരളത്തിൽ കൊണ്ടുവന്ന ഒരു പാർട്ടി കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM. ആ ഒരു മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം നവീകരിക്കാനും VS-ന്റെ ശക്തി, പാർട്ടിക്ക് പുറത്തു നിൽക്കുമ്പോൾ VS-ന്റെ ശക്തി എവിടുന്നാണ് വന്നത്, VS ഏത് രീതിയിലാണ് ശക്തി ആർജിച്ചത് എന്നുള്ള ഒരു പാഠം പഠിക്കുകയും അങ്ങനെ VS അനുവർത്തിച്ച് വന്നിട്ടുള്ള ജനകീയ സമരങ്ങളെല്ലാം സജീവമായി ഇടപെടുന്ന പഴയ ഒരു AKGയുടെ ശൈലിയിലേക്ക് പാർട്ടി തിരിച്ചു പോവുകയും അത്തരം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുകയൊക്കെ. അതുതന്നെയാണ് VS അച്യുതാനന്ദൻ പാർട്ടിയെ വെല്ലുവിളിക്കാൻ എങ്ങനെ കരുത്തനായി എന്നതിന്റെ വഴി CPIM പഠിക്കണം. അതിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വയം കരുത്താർജിക്കാൻ ആ പാർട്ടി സന്നദ്ധമാകണമെന്ന ശ്രദ്ധേയമായ നിരീക്ഷണമാണ് ഫക്രുദ്ദീൻ നടത്തുന്നത്. ബിഗ് സ്റ്റോറി ഇവിടെ പൂർണ്ണമാവുകയാണ്.